അതെ, നമുക്കിന്നൊരു കപ്പ വേവിച്ചത് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളപ്പിക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചെറുതായി നുറുക്കിയ കപ്പ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം, ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതെ, ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുതേ. ആ സമയം കൊണ്ട് വേവിച്ച കപ്പയിലെ വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു താളിപ്പ് റെഡിയാക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി കഴിയുമ്പം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് കപ്പ നന്നായിട്ട് വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത് ചിക്കൻ കറിയുടെ ഒപ്പമാണ്. ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.